ആനന്ദിന്റെ കാർ ആ നഗരത്തിലൂടെ അതിവേഗം പാഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആരെയോ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ, ഐ വിൽ ബി ദെയർ ഇൻ 5 minutes. ഫോണിലൂടെ പറഞ്ഞിട്ട് അവൻ കോൾ കട്ടാക്കി. ശേഷം അവന്റെ കാർ അതിവേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റൽ മുന്നിൽ കാർ നിർത്തിയ ശേഷം അവൻ വേഗം സെക്യൂരിറ്റി റൂമിലേക്ക് ഓടി. അവിടെ അവനെയും കാത്ത് അരവിന്ദും മരണം നിൽപ്പുണ്ടായിരുന്നു. ഏട്ടാ, ഈ സ്ത്രീയാണ് ഏട്ടത്തെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. അരവിന്ദ് പറഞ്ഞതും അവൻ മോണിറ്റർ സ്ക്രീനിലേക്കൊന്ന് നോക്കി. അതിലെ കൃഷ്ണവേണിയുടെ മുഖത്തേക്ക് കണ്ണുകൾ നട്ടതും അവന്റെ മനസ്സിലേക്ക് എന്ന ആഗ്രഹാരത്തിൽ ചെന്നപ്പോൾ ആമയും ദേവനും കൂടെ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആമയും ദേവനും കൂടെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓർത്തും ഒരു നിമിഷം അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അപ്പം നന്ദു ആരാണെന്ന് ഇവർ അറിഞ്ഞു കഴിഞ്ഞു. അവൻ പല്ലിഞ്ഞേരിച്ചുകൊണ്ട് പറഞ്ഞതും അരവിന്ദ് മരണം അവനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ തന്നെ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദും അരുണും പിന്നാലെ ചെന്നു. സഹീർ? യെസ് ബേബി. സഹീർ മുഹമ്മദ്. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ നോക്കി നന്ദു അത്ഭുതത്തോടെ പറഞ്ഞതും അവനൊരു ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും സൈഡിൽ വീണ് കിടന്നിരുന്ന കൃഷ്ണവേണി പതിയെ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവളെ പുച്ഛത്തോടെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നിവിടെ ഒട്ടും പ്രതീക്ഷയില്ല അല്ലെ നന്ദിനി? കണ്ണിൽ തിളങ്ങി നിൽക്കുന്ന ക്രൗര്യത്തോടെ അവൻ അവളോട് ചോദിച്ചതും അവൾ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് അവനെന്ന് നോക്കി. സഹീർ അങ്ങനെ ഇവിടെ കൂടെ? അതിന് മാത്രം ഇവർ തമ്മിൽ എങ്ങനെയാ പരിചയം? അവളുടെ ചിന്തകൾ പല വഴി പാഞ്ഞു. എന്നാ നന്ദിനി ആലോചിക്കുന്നത്? എനിക്കും എങ്ങനെ ഇവനെ പരിചയം എന്നാണോ? കൃഷ്ണവേണി ചോദിച്ചു കേട്ട് അവൾ അവിടെ മുഖത്തേക്കൊന്ന് നോക്കി. ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്നാണല്ലോ നന്ദിനി. അതുകൊണ്ട് നിന്നെക്കുറിച്ച് നിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ച സമയത്ത് തന്നെ ഇവന്റെ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിരുന്നു. ശത്രുവിന് ശത്രു മിത്ര എന്നാണല്ലോ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഡീലുണ്ടാക്കി. അവർ അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ഇതിനു മുന്നേ നിന്നെ ഞങ്ങൾ പോക്കാൻ പ്ലാൻ ചെയ്താ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോലെ ഇവനിങ്ങനെ കേസിൽ അകപ്പെട്ട് ഒളിവിൽ കഴിയേണ്ടി വന്നത്. എന്നാലും നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് പറ്റിയൊരു അവസരം വന്നപ്പോൾ നിന്നെ ഞങ്ങളിങ്ങ് പോക്കിയത് അല്ല സഹി? അതെ ആൻറ്റി. അവർ അവൻ്റെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് അവളെ നോക്കിയൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവൻ തലയാട്ടി സമ്മതിച്ചു. അവർ പറഞ്ഞു കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അവരെ നോക്കി ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ഓ നന്ദു, ഇപ്പോഴും നിന്റെ ഈ ശരീര സൗന്ദര്യത്തിന് ഒട്ടും മുളവ് സംഭവിച്ചില്ലല്ലോ പെണ്ണെ. നിന്റെ സർവ്വ സൗന്ദര്യം എന്നെ മാത്തു പിടിപ്പിക്കുന്നു. സഹീർ കുറച്ചുകൂടി അവളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് വശ്യമായ സ്വരത്തിൽ പറഞ്ഞതും അവൾ അവനെ നിരോക്ഷമായി നോക്കി. ഓ നോ നന്ദു, നീ എന്നിങ്ങനെ നോക്കലേ. നിന്റെ ഈ നോട്ടം കാണുമ്പോൾ എനിക്ക് കടിച്ച് തിന്നാനാണ് തോന്നുന്നു പെണ്ണെ. അവൻ പറഞ്ഞു കേട്ടതും അവൾ അറപ്പുളവാക്കി. ബാസ്റ്റഡ്. അവൾ പറഞ്ഞു കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അത് കൊള്ളാം, ബാസ്റ്റഡ്, തന്തയില്ലാത്തവൻ, ഗുഡ് വേർഡ്. പറഞ്ഞു കഴിയും മുന്നേ അവന്റെ മുഖം മാറി. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. കൈ നിവർത്തി അവൻ അവളെ കർണത്ത് ആഞ്ഞടിച്ചു. അവൾ വേദനയോടെ കവളിൽ കൈവച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. അങ്ങനെ തന്തയില്ലാത്തവനല്ലടി. ഞാൻ നല്ല അന്തസ്സുള്ള തന്തയ്ക്ക് പിറന്നവൻ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ ജനിപ്പിച്ചവന് ഇത്തിരി നേരും നിറയും കൂടിപ്പോയി. അതുകൊണ്ടല്ലേ ഈ വയസ്സാം കാലത്ത് സ്വന്തം മകന്റെ കൈ കൊണ്ട് തന്നെ ചത്തും മറിച്ച് കിടക്കേണ്ടി വന്നത്. അവൻ പറഞ്ഞു കഴിഞ്ഞ് നന്ദു ഞെട്ടോടെ മുഖമുയർത്തി അവനെന്ന് നോക്കി. അവളുടെ മനസ്സിലേക്ക് ആനന്ദ് പറഞ്ഞ അബൂബക്കർ സാഹിബിന്റെ ഓർമ്മകൾ കടന്നു വന്നു. നീതിക്കും ന്യായത്തിനു വേണ്ടി സ്വന്തം മക്കളാണെന്ന് പോലും നോക്കാതെ പ്രവർത്തിച്ച സത്യസന്ധനായ മനുഷ്യൻ. അദ്ദേഹത്തെയാണ് ഈ ദുഷ്ടൻ കൊന്നു തള്ളിയെന്ന് പറയുന്നത്. അവൾ ദേഷ്യത്തോടെയും വെറുപ്പോടെയും അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ നന്ദു, ദേഷ്യം വരുന്നുണ്ടോ? എൻ്റെ ഉപ്പയും ഞാൻ കൊന്നെന്ന് കേട്ടപ്പോൾ നിനക്ക് ഇത്രമാത്രം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നീ നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അവനൊരു ഗൂഢമായ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ ഉള്ളിൽ ഒരു വെള്ളടി വെട്ടി. എൻ്റെ കുഞ്ഞ്. അവൾ വേഗം അവിടെ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് നേരത്തെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട മുറിയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കവേ അതിന് തടയിട്ടുകൊണ്ട് അവളുടെ കയ്യിൽ സഹീന്റെ പിടി വീണു. കൈയെടുക്കടാ. അവൾ അവന്റെ പിടിച്ച തന്റെ കയ്യിലേക്കും അവന്റെ മുഖത്തേക്കും തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് മുറുകെ ശബ്ദത്തിൽ പറഞ്ഞു. അതിനു മറുപടി അവൻ അവളെ നോക്കിയെന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ കൃഷ്ണവേണിയുടെ നേരെ തിരിഞ്ഞു. കണ്ടോ ആൻറ്റി, ഇതാണ് എനിക്ക് ഇവളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മരണം വന്ന് തൊട്ടു മുന്നിൽ നിന്നാൽ പോലും ഇവളുടെ ധൈര്യത്തെ അവൾ കൈവിടില്ല. അവൻ നന്ദുവിൽ നിന്ന് അടിമുടി നോക്കിക്കൊണ്ട് കൃഷ്ണവേണിയോടായി പറഞ്ഞതും അവർന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഇവളുടെ തള്ളിയും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടെന്താ, 10-24 വർഷം ഉമ്മിത്തിലെരിയാനുള്ള വേദന ഞാൻ തന്നെ കൊടുത്തില്ലേ അവൾക്ക്? ഇപ്പം നഷ്ടപ്പെട്ട മകളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആഹ്ലാദിച്ച് നിൽക്കുന്ന അവളുടെ മുന്നിലേക്ക് ഇതേ ഇവളെ ശവം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ പ്രതികാരം പൂർത്തിയാവും. വർദ്ധിച്ച പാകിയോടെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നാണില്ലേ നിങ്ങൾക്ക്?
ഈ പ്രായത്തിലും സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഒന്നും തിരിഞ്ഞുപോലും നോക്കാതെ പഴയ പ്രണയത്തിന്റെ പേരിൽ പ്രതികാരമെന്നും പറഞ്ഞ് നടക്കുന്നു. അവൾ അവജ്ഞയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ദേഷ്യത്തോടെ അവൾ അരികിലേക്ക് പാഞ്ഞു വന്നു. അതിൽ എനിക്ക് പ്രതികാരം തന്നെയാ. എന്റെ മഹിയനെ തട്ടിയെടുത്ത നിന്റെ തള്ളയോടുള്ള എന്റെ പക ഈ ജന്മം തീരില്ല. കൊല്ലില്ല ഞാൻ അവളെ, കൊല്ലാതെ കൊല്ലും. ഇത്രയും നാൾ സ്വന്തം മകൾ ജീവനോടെ ഇല്ലെന്ന ഓർമ്മയിൽ അവൾ നീറിക്കഴിഞ്ഞു. ഇപ്പൊ നീ ജീവനോടെ ഇരിക്കുന്നെന്ന അറിവിൽ അവൾ സന്തോഷിക്കാൻ പോകുന്നു. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണോ? അവൾ കരയണം, ഈ ജന്മം മുഴുവൻ നീറി കരയണം. അതിന് നീയും നിന്റെ കുഞ്ഞും ഇല്ലാതാവണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവനെ കൂട്ടുപിടിച്ചത്. അവർ പറഞ്ഞതും അവൾ അവരെയൊന്നും രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്റെ കയ്യിൽ മുറുകെയിരിക്കുന്ന സഹേന്റെ കൈ കുടഞ്ഞെറിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ് സ്ത്രീയെ. ഇന്ന് ഇവിടെ നിന്നും ജീവൻ വെടിയാൻ പോകുന്നത് നീയൊക്കെ രണ്ടെണ്ണവുമാണ്. ഇടി. അവൾ പറഞ്ഞു കഴിയും മുന്നേ അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളുടെ മുടിക്കുത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് അവളുടെ തല പിടിച്ച ചുമയിലേക്ക് ആഞ്ഞടിച്ചു. തല പൊട്ടി പൊളിയുന്ന വേദനയോടെ അവൾ ഇരു കൈകൾ കൊണ്ടും നെറ്റിയിൽ അമർത്തി പിടിച്ചു. എന്ത് കണ്ടിട്ടടി നീ കിടന്ന് തിളയ്ക്കുന്നത്? നിന്റെ മറ്റവൻ വരുമെന്ന് കരുതിയിട്ടാണോ? എങ്കിൽ അത് നിന്റെ വെറും പാഴ്മോഹം മാത്രമാണ് നന്ദിനി. എന്റെ ഈ താവളം മനസ്സിലാക്കാൻ പോലീസിന് പോലും സാധിക്കില്ല. പിന്നീട് നിന്റെ മറ്റവന്. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ആ നിമിഷം അവൻ അവളുടെ കവിളിൽ അമർത്തി പിടിച്ചു. അവന്റെ കൈയുടെ മുറുക്കത്തിൽ അവൾക്ക് നന്നായി തന്നെ വേദന തോന്നി. അവൾ അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താടി, വേദനിക്കുന്നുണ്ടോ നിനക്ക്? വേദനിക്കണം. ഇതിലും വലിയ വേദന നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ഡീ. അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയതും അവൻ വീണ്ടും അവൾ അരികിലേക്ക് പാഞ്ഞു. എന്നാൽ പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് അവനൊന്ന് നിന്നു. ഇല്ല, നിന്നെ ഞാനിപ്പോ എന്ത് ചെയ്താലും നീ അതിനെതിരെ പ്രതിരോധിക്കും. മാർഷൽ ആർട്സ് പഠിച്ച നിന്നെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ എനിക്കും കഴിയില്ലല്ലോ. അത് നിന്നോട് പലതവണ ഏറ്റുമുട്ടിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ ഒരു ചെറുവിരൽ പോലും മനക്കാതെ കീഴടങ്ങി നിൽക്കാനുള്ള വഴി എനിക്കറിയാം. അവനൊരു ഗൂഢമായ ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ കുറുകിക്കൊണ്ട് അവനെ നോക്കി. ആന്റി പോയി ഇവളുടെ ആ കുഞ്ഞിനെ ഇങ്ങെടുത്തിട്ട് വാ. അവളെ നോക്കിയൊരു പുച്ഛത്തോടെ അവൻ പറഞ്ഞതും ഒരു നിമിഷം അവളെന്ന് പതറി. തന്നെ വരുതിയിലാക്കാനായി തന്റെ കുഞ്ഞിനെ വെച്ചാണ് ഇവർ കളിക്കാൻ പോകുന്നതെന്ന് ഓർത്തതും ഒരു നിമിഷം അവളുടെ അമ്മ മനസ്സിൽ ഭയം എന്ന വികാരം ഉടലെടുത്തു. കരഞ്ഞു തളർന്ന് കൃഷ്ണവേണിയുടെ തോളിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ കണ്ട് നന്ദുവിന്റെ ഹൃദയം പിടഞ്ഞുപോയി. അവൾ സഹിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തന്റെ കുഞ്ഞിന്റെ അരികിലേക്ക് പാഞ്ഞു. ഒരു നിമിഷം അവൾ ശക്തമായ വേദനയിൽ പിന്നിലേക്ക് മറിഞ്ഞു വീണു. എന്താ സംഭവിച്ചെന്ന് ചിന്തിക്കുമ്പോഴാണ് പകയോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന സഹീറിനെ കാണുന്നത്. അവന്റെ വലം കൈ കുടയുന്നതിൽ നിന്ന് തന്നെ അവൻ തന്നെ തല്ലിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ രൂക്ഷമായി നോക്കിയതും അവൻ അവളുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. എങ്ങോട്ടാടി ഓടുന്നത്? മര്യാദയ്ക്ക് ഒരറ്റത്ത് നിന്നോളണം, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ശവമായിരിക്കും പൊന്നുമോള് കാണാൻ പോകുന്നത്. അവളുടെ മുടിക്കുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് സഹീർ അലറിയതും അവളുടെ കണ്ണുകൾ തന്റെ കുഞ്ഞിന്റെ മേൽ തന്നെ പതിഞ്ഞു നിന്നു. ഇന്ന് നിനക്ക് ഇവിടെ നിന്നും ഒരു രക്ഷപ്പെടൽ ഉണ്ടാകില്ല നന്ദിനി. ഇന്ന് എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് കാവൽ നിൽക്കുന്ന കുറച്ച് വിശ്വസ്തരായ ആളുകളുണ്ട്. അവിടെ മുന്നിലേക്ക് നിന്നെ ഞാൻ ഇട്ടുകൊടുക്കും. അവർ കഴിച്ചേറി തുപ്പിയ ശേഷം നിന്നിൽ അവശേഷിക്കുന്നതായി ഒരു ചെറു ജീവന്റെ കണുകയെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു നല്ല മുന്തിനം ബുൾഡോഗിനെ ഞാൻ കൂട്ടിലിട്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നിലേക്ക് നിന്നെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ബാക്കി നിന്റെ അവശേഷ ശരീരത്തെയും അവർ ഭക്ഷണമാക്കിക്കൊള്ളും. അവൻ വർദ്ധിച്ച പകയോടെ അവളെ നോക്കി മുരണ്ടു. അപ്പോഴും അവൾ അവനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തന്റെ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കുകയായിരുന്നു. ആന്റി കുറച്ചു നേരം ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് ഇവളെ ശരിക്കൊന്ന് കാണാം. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ്. അവനൊരു വഷളച്ചിരിയോടെ നന്ദുവിനെ മൊത്തത്തിൽ നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് കൃഷ്ണവേണിയോടായി പറഞ്ഞതും അവർന്ന് ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു. ഇന്ന് നീ പൂർണ്ണ മനസ്സോടെ എനിക്ക് വഴങ്ങി തരുന്നത്. കാരണം ഇപ്പം നിന്റെ കുഞ്ഞിനെ ജീവൻ എൻ്റെ കൈകളിലാണ്. ഒരു ചെറു വിരൽ അനക്കമെങ്കിലും നിന്റെ ഭാഗത്തു നിന്നുമുണ്ടായാൽ ആ നിമിഷം നിന്റെ കുഞ്ഞ് ഇവിടെ പിടഞ്ഞു തീരും. അല്ലേ ആന്റി? അതെ സഹീർ. അവനൊരു ക്രൂരതയോടെ പറഞ്ഞതും അവർ അവളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ടേബിളിൽ നിന്ന് കത്തിയെടുത്ത് കുഞ്ഞിനെ ദേഹത്തേക്ക് അടുപ്പിച്ചു. ആ നിമിഷം നന്ദുവിനെ നെഞ്ചൊന്ന് പിടഞ്ഞു. എൻ്റെ മോള്. അവളുടെ ഹൃദയം മന്ത്രിച്ചു. അപ്പൊ എങ്ങനെയാ മോളെ, തുടങ്ങുമല്ലേ? അവൻ അവളുടെ മുഖത്ത് നോക്കി ഒരു വഷള ചിരിയോടെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ തന്റെ കുഞ്ഞിന്റെ മേൽ മാത്രം തറഞ്ഞു നിന്നു. സഹീർ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവളുടെ അരികിലേക്ക് പതിയെ ചുവടുകൾ വെച്ചു. അവൻ വരുന്നത് കണ്ടിട്ടും നിന്ന സ്ഥലത്തു നിന്നും ഒരടി പോലും മനങ്ങാതെ കുഞ്ഞിന്റെ മേൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ച് നിൽക്കുന്നവളെ അവനൊരു കണ്ണുകൾ കോർക്കിക്കൊണ്ടെന്ന് നോക്കി. തോളിൽ സഹീറിന്റെ കൈപ്പത്തി അമർന്നപ്പോഴാണ് കുഞ്ഞിന്റെ മേലുള്ള തന്റെ നോട്ടം മാറ്റിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത്. ഒന്ന് പെറ്റെങ്കിൽ എന്താ, നീ ഇപ്പോഴും അതിസുന്ദരിയാണെന്നതു.
അവൻ പറഞ്ഞിട്ട് അവൾ ധരിച്ചിരുന്ന ലേഡി ഷർട്ടിന്റെ മുന്നിലുള്ള പ്രസ് ബട്ടണിലെ ആദ്യത്തെ ബട്ടൺ പൊട്ടിച്ചു. അവൾ ഒരു നിമിഷം കണ്ണുകൾ മുറക്കി അടച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി നിന്നു. കൃഷ്ണവേണി ആ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ശിവകാമി, നിന്റെ മകളിതാ അവസാനിക്കാണ്. ഇത്രയും നാൾ നിന്റെ കുഞ്ഞ് മരിച്ചു പോയിന്ന ഓർമ്മയിൽ നീറി കഴിഞ്ഞില്ലേ. ഇനി നിന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു നോക്ക് കാണാനാവാതെ ഒരു മൃഗത്തിന്റെ പിച്ചിച്ചിന്തൽപ്പെട്ട് ജീവൻ പിഴഞ്ഞതോർത്ത് നീ ഒരുങ്ങി കഴിയണം. അതാണ് ഇനി ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ. ഇതിൽ നീ പൂർണ്ണമായും തകരും. അതുകൊണ്ട് എനിക്ക് ആർത്താർത്ത് ചിരിക്കണം. അവളുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. കൈകൾ തോളിൽ കിടന്ന് കുഞ്ഞിന്റെ ദേഹത്ത് ശക്തമായി അമർന്നു. വേദന അനുഭവപ്പെട്ടതും കുഞ്ഞുറക്കെ കരയാൻ തുടങ്ങി. ഒരു നിമിഷം കുഞ്ഞിന്റെ നിലവിളി കാതിൽ പതിച്ചതും മുറക്കി അടിച്ചിരുന്ന കണ്ണുകളിൽ നിന്ന് ശക്തമായി വലിച്ചു തുറന്നു. തീക്കട്ട പോലെ ചുവന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയതും ഒരു നിമിഷം സഹീർ പോലും പകച്ചുപോയി. അവൻ ഞെട്ടലോടെ അവളിൽ നിന്നും കൈകൾ പിൻവലിച്ചു. ആ നിമിഷം അവൾ വാത്സല്യനിധിയായ അമ്മയിൽ നിന്നും ദുർഗയായി മാറുകയായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഏതാപത്തിലും രക്ഷിക്കുന്ന സർവ്വസംഹാരണിയായ ദുർഗാദേവി. ഞൊടിയിടയിൽ തൻ്റെ ദേഹത്തു നിന്നും അകന്നു മാറിയ സഹീറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ തിരിച്ചോടിച്ചു. അതോടൊപ്പം കാലുകൊണ്ട് അവൻ്റെ അടിനാഭി നോക്കി ചവിട്ടി തീർപ്പിച്ചുകൊണ്ട് അവൾ കൃഷ്ണവേണിയുടെ അരികിലേക്ക് പാഞ്ഞു. കണ്ണടച്ച് തുറക്കും മുന്നേ അവളുടെ കയ്യിലിരുന്ന തൻ്റെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾ അവിടെ കണത്ത് ആഞ്ഞടിച്ചു. അവർ ഒരു നിലവിളിയുടെ നിലത്തേക്ക് വീഴുമ്പോഴേക്കും നന്ദു തൻ്റെ കുഞ്ഞിക്കിളിയെ തൻ്റെ മാറോട് ചേർത്ത് അണച്ചു പിടിച്ചിരുന്നു. തൻ്റെ അമ്മയുടെ നെഞ്ചിലെ വലസലിച്ചൂട് അറിഞ്ഞതും അതുവരെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണ് അമ്മയുടെ മാറിലേക്ക് പതുങ്ങിക്കിടന്നു. ഡി, ഇതിനുള്ളത് നീ അനുഭവിക്കും നന്ദിനി. നിന്റെ കുഞ്ഞ് ഇന്നിവിടെ പിടഞ്ഞു തീരുന്നത് നീ നിന്റെ കൺമുന്നിൽ കാണും. അല്പസമയം കഴിഞ്ഞതും അവളുടെ പ്രഹരത്തിൽ നിന്ന് മോചിതനായി സഹീർ അവളെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞു. അതിന് മറുപടി അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചതേയുള്ളൂ. അപ്രതീക്ഷിതമായ അവളുടെ ആ ഭാവമാറ്റം അവനിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉളവാക്കിയെങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സിലാത്തതുപോലെ അവൻ അവൾ അരികിലേക്ക് പാഞ്ഞു. എന്നാൽ നിമിഷങ്ങൾക്കകം തൻ്റെ കയ്യിൽ എന്തോ വന്ന് തറച്ചതുപോലെ തോന്നിയതും അവൻ ഞെട്ടലോടെ തൻ്റെ കയ്യിലേക്ക് നോക്കി. ഷർട്ടിന് മീതെ കൂടി ഒഴുകിയിറങ്ങുന്ന ചോര കണ്ടതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി അവളെ നോക്കി. തന്നെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നവളുടെ കണ്ണുകൾ മറ്റൊരു ദിശയിലേക്ക് പോയതും അവൻ്റെ കണ്ണുകളും അങ്ങോട്ടേക്ക് നീണ്ടു. ഒരു നിമിഷം അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണിൽ ഭയം മലയടിച്ചു. തനിക്ക് നേരെ തൂക്ക് ചൂണ്ടി നിൽക്കുന്ന ആനന്ദും അവൻ്റെ പിന്നിലായി എന്തിനും തയ്യാറായെന്ന പോലെ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കൂടപ്പിറപ്പുകളായ അരുണും അരവിന്ദും ഒപ്പം അഭിജിത്തും. ക്യാബിലിരുന്ന് സഹീറിന്റെ കേസ് ഡീറ്റെയിൽസ് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ടേബിളിലിരുന്ന തൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം പ്രിയദർശിനി കേട്ടത്. അവളൊന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ പറഞ്ഞതും മറുവശത്തു നിന്നും പറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. വാട്ട്? ഓക്കെ, ഐ ആം കമ്മിങ്. ഉത്സാഹത്തോടെ അവൾ മറുപടി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. ശേഷം ടേബിളിൽ നിന്ന് തൊപ്പിയും എടുത്തുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ബാലു, വേഗം ഫോഴ്സിനെ റെഡിയാക്കിക്കോ. സഖിന്റെ താവളം എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. പുറത്തുനിന്ന് എസ് ഐ ബാലുവിനോടായി പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഓടിയിറങ്ങി. ജീപ്പിലേക്ക് കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ സഹീർ എന്ന കൊടും കുറ്റവാളി ജീവനോടെയോ അല്ലാതെയോ പിടിക്കുക എന്ന ഒരു ചിന്ത മാത്രമേ അവളുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. തൻ്റെ മുന്നിൽ നിരന്നു നിൽക്കുന്നവരെ കണ്ട് ആദ്യത്തെ പകപ്പ് മാറിയതും പിന്നെ സഹീർ അവരെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. ബുള്ളറ്റ് കയറി ചോര വാർന്നൊഴുകുന്ന ഇടം കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവന് നിവർന്നു നിന്നു. ഓ, ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാനായി ഭർത്താവ് സഹോദരന്മാരെയും കൂട്ടി വന്നതായിരിക്കും അല്ലേ? ആനന്ദിനെ നോക്കി അവനൊരു പരിഹാസത്തോടെ പറഞ്ഞു. എന്നാൽ ആനന്ദം മറ്റുള്ളവരോ അതിന് മറുപടിയൊന്നും പറയാതെ അവൻ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും നന്ദു അവരെ നിന്ന് നോക്കിക്കൊണ്ട് ആനന്ദിന്റെ അരികിലേക്ക് ചെന്ന് അവനോട് ചേർന്ന് നിന്നു. അവൻ തൻ്റെ കുഞ്ഞു പെണ്ണെ കയ്യിലേക്ക് വാങ്ങി തന്നെ നെഞ്ചോട് ചേർത്തു. അതോടൊപ്പം തന്നെ മറുകൈ കണ്ട് നന്ദുവിനെയും ചേർത്ത് പിടിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കൃഷ്ണവേണി പതി എഴുന്നേറ്റത്. അവർക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശിവകാമിയുടെ മകൾ വീണ്ടും തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അവർ പകമുറ്റ കണ്ണുകളോടെ നന്ദുവിനെ തന്നെ നോക്കി നിന്നു. നന്ദുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആനന്ദിനെ കാണുന്തോറും സഹീറിൻ്റെ ഉള്ളിൽ പക ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവൻ തൻ്റെ കയ്യിലെ വേദന പോലും മറന്നുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും തൻ്റെ തലമുടിയിൽ വലിച്ചു പിന്നി. ഇല്ല നന്ദിനി, എൻ്റെ കയ്യിലും രക്ഷപ്പെടാൻ നിന്നെ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. അവനൊരു ഭ്രാന്തനെ പോലെ അവളെ നോക്കി അലറി വിളിച്ചു. നന്ദു ദേഷ്യത്തോടെ അവനെ നിന്ന് നോക്കിയ ശേഷം ആനന്ദിന്റെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തി വെച്ചു. നീയൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ലാനത്. ഇന്ന് എൻ്റെ കയ്യിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ നിനക്കോ നിന്റെ കൂട്ടാളികൾക്കോ സാധിക്കില്ല. അവൻ പകയോടെ നന്ദുവിനെയും അവളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ആനന്ദിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും അപ്പോഴും മൗനമായി നിൽക്കുന്നവരെ കണ്ട് അവൻ്റെ ഒരു ദേഷ്യം മാളിക്കത്തി. മാർട്ടിൻ, സുധീഷ്, കുമാർ. അവൻ പുറത്തേക്ക് നോക്കി അലറിയതും അരുണും അരവിന്ദും അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. നിമിഷങ്ങൾക്കകം അവൻ്റെ മുന്നിലേക്ക് 2-3 പഴം തുണിക്കെട്ടുകൾ വന്നു വീണു.
ഞെട്ടലോടെ അവൻ നിലത്തേക്ക് നോക്കിയതും മൃതപ്രാണനായി കിടക്കുന്ന തൻ്റെ കൂട്ടാളികളെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. മാർട്ടിൻ, സുധീഷ്. അവൻ നിലത്തേക്കിരുന്ന് അവരെ കുലുക്കി വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കയ്യിലെ വേദന കാണാൻ അവന് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയതും ഇരു കൈകളും സ്ട്രക്ക് ചെയ്തുകൊണ്ട് തൻ്റെ അരികിലേക്ക് വരുന്ന ചെറുപ്പക്കാരനെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ മോനെ സഹീറെ, ഞങ്ങളെ മനസ്സിലായില്ലേ? സാറിടാ, ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ആകാശ്, ഇവൻ ശ്രീനാഥ്. ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ സഹോദരങ്ങളാണ്. ആകാശ് ആനന്ദിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും സഹീർ അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. നീയൊക്കെ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമടാ. നിന്റെയൊക്കെ ജാതകമടക്കം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാ ഞാൻ കളിക്കാൻ ഇറങ്ങിയത്. സഹീർ അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അത് നീ അറിഞ്ഞു വെച്ച് കാണും. പക്ഷെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ ശക്തി അളക്കാൻ പൊന്നുമോൻ മറന്നുപോയി അല്ലേ? ആകാശ് പുച്ഛത്തോടെ പറഞ്ഞതും സഹീറിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഡാ, അവൻ തന്റെ കയ്യിലെ വേദനയെ പോലും അവഗണിച്ചുകൊണ്ട് അവിടെ നേരെ പാഞ്ഞെടുത്ത നിമിഷം തന്നെ ആണ്ട് കാലുകൾ ഉയർത്തി അവനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. സഹീർ ഒരു അലർച്ചയുടെ ദൂരേക്ക് തെറിച്ചു വീണു. പിന്നെ അവിടെ ആനന്ദിന്റെ ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. സഹീറിനെ ഒന്ന് ആനങ്ങാൻ പോലും അനുവദിക്കാതെ അവൻ ചവിട്ടിക്കൂട്ടി. അതിനിടയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നന്ദുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും ഉപദ്രവിക്കാൻ വന്ന കൃഷ്ണവേണി അരുണും അരവിന്ദൻ കൂടി ചേർന്ന് പിടിച്ച് കയറ്റിയിട്ടു. പാന, നിന്റെ തീർക്കാൻ എൻ്റെ പെണ്ണെ തന്നെ വേണം അല്ലടാ. അടിച്ചവശനാക്കിയിട്ട സഹീറിന്റെ കഴുത്തിൽ കാല് വെച്ച് അമർത്തി ചവിട്ടിക്കൊണ്ട് ആനന്ദ് പറഞ്ഞതും അവൻ അനങ്ങാൻ പോലും കഴിയാതെ മലർന്ന് കിടന്നുപോയി. അരവിന്ദ്, പോലീസിനെ വിളിച്ചില്ലേ? വിളിച്ചു ഏട്ടാ. ആനന്ദ് ചോദിച്ചും അരവിന്ദ് മറുപടി പറഞ്ഞു. ഇനി ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ പ്രിയദർശിനി ഇവനെ പൂട്ടിക്കൊള്ളും, ഒപ്പം ഇവരെയും. സഹീറിനെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ കൃഷ്ണവേണിയെ നോക്കി. പ്രതികാരം എന്ന പേരും പറഞ്ഞ് സ്വന്തം മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നവളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന കൃഷ്ണജന്മം. അവൻ അവരെ നോക്കി അവജ്ഞയോടെ പറഞ്ഞതും അവർ തല കുനിച്ചു. വാ ആനന്ദ്, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പുറത്ത് നിൽക്കാം. പോലീസ് എത്താറായി. ഫോണിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ആകാശ് പറഞ്ഞതും ആനന്ദ് സഹീറിനെയും കൃഷ്ണവേണിയെയും ഒന്നുകൂടി രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം നന്ദുവിനെയും കുഞ്ഞിപ്പെണ്ണെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവരും ഇറങ്ങിയതും പകമുറ്റിയ കണ്ണുകളോടെ സഹീർ പതിയെ തല ഉയർത്തി അവരെ ഒന്ന് നോക്കി. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും നന്ദുവിൽ നിന്നും ഒരു വാർത്തനാദം പുറത്തേക്ക് വന്നു. എന്താടാ, കാല് വേദനിക്കുന്നു ഏട്ടാ? ആനന്ദ് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അവൻ തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണെ അരവിന്ദിന്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം പെട്ടെന്ന് മുട്ടു കുത്തിയിരുന്നു കൊണ്ട് അവളിട്ടിരുന്ന ഡാർക്ക് ബ്ലൂ ഡെനിം ജീൻസിന്റെ കാൽഭാഗം ഒരൽപ്പം ഉയർത്തിക്കൊണ്ട് അവളെ കാലിലേക്ക് നോക്കി. അവിടെ ചോര പൊടിഞ്ഞിരിക്കുന്നു. സഹീർ പിടിച്ച് തള്ളിയപ്പോൾ നിലത്തേക്ക് വീണ സമയത്ത് എവിടെ ഇടിച്ച് കാല് മുറിഞ്ഞിരുന്നു. അപ്പോൾ വേദന അറിഞ്ഞില്ലെങ്കിലും ഇപ്പം നടക്കുമ്പോൾ അവൾക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഡാ, നിങ്ങൾ മോളെയും കൊണ്ട് നടന്നു, ഞാൻ ഇവളെ എടുത്തുകൊണ്ട് വരാം. ആനന്ദ് പറഞ്ഞതും അവർ ഒരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുന്നേ നടന്നു. വാ. അവൻ നന്ദുവിനെ നോക്കിക്കൊണ്ട് കൈ നീട്ടിയതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിലേക്ക് ചേക്കേറി. ആ നിമിഷം എന്തോ ഒരു ഉൾപ്രേരണയിൽ തിരിഞ്ഞു നോക്കിയ അരവിന്ദ് പിന്നിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം നടുങ്ങിപ്പോയി. ഏട്ടാ, അവൻ എല്ലാവരും വിളിച്ചുകൊണ്ട് മുന്നോട്ട് ആഞ്ഞപ്പോഴേക്കും ആനന്ദിന്റെയും നന്ദുവിന്റെയും പിന്നിലായി വന്ന സഹീർ കയ്യിലിരുന്ന ഇരുമ്പും തണ്ടും നന്ദുവിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചിരുന്നു. ഒരു നിലവിളിയോടെ അവൾ ഇരു കൈകൾ കൊണ്ടും തന്റെ തലയിൽ അമർത്തി പിടിച്ചപ്പോഴേക്കും വിരലുകൾക്കിടയിലൂടെ അവളെ ചുടിച്ചോര ഒഴുകി ഇറങ്ങിയിരുന്നു. അതോടൊപ്പം ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അവൾ നിലത്തേക്ക് ഊർന്നു വീണു. നന്ദു, ആ നിമിഷം മാനിന്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു.